ഉമ്മ എന്ത് ചെയ്യാനാണ്ട, എല്ലാം തീരുമാനിക്കുന്ന ഉപ്പയും ഒക്കെ അല്ലേ. എന്നത്തേം പോലെ ഒരുപാട് കരഞ്ഞു. തൻ്റെ കിസ്മത്ത് പോലെ വരും എന്ന് പറഞ്ഞു. ഇത് വണ്ടി കയറി കാര്യങ്ങൾ പറയാം. പറഞ്ഞാലേ വണ്ടി കയറും. വാ വേഗം കയറി നിങ്ങൾ. ശരി, വണ്ടി എടുക്കും. അമ്പലക്കുളം പയ്യാട്ടാ പോകുന്നത്. കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല. ഇക്കൻ പാപ്പൻ 3 ദിവസമായിട്ട് മുറി പൂട്ടിട്ടിക്കണേ. 21 വയസ്സായി. ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നിന്റെ വീട്ടിലെ കാര്യം അറിയാലോ എനിക്ക്. ഏട്ടനറിഞ്ഞ ആകെ പ്രശ്നമാവും. എൻ്റെ വീട്ടിലില്ല പ്രശ്നങ്ങൾ. സൈനുവിൻ്റെ പരിചയത്തിലൊരു പോലീസുണ്ട്. എടാ മധു സാറിനല്ലേ പേര്? ആ മധു സാർ. ഈ മധു സാറ് അവിടെ സ്റ്റേഷനിലെ എല്ലാ കാര്യങ്ങളും ശരിയാക്കി തരും. ബാക്കി പിന്നെ മൂപ്പര് റെഡി ആയിക്കോളും. പിന്നെ നമ്മുടെ വീട്ടുകാർക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റൂല. മനസ്സിലായോ? ഞാൻ എൻ്റെ അമ്മയോട് പോലും പറഞ്ഞിട്ടില്ല. ഈ അമ്മച്ചോട് പറഞ്ഞോ? നമ്മൾ ഒളിച്ചോടിപ്പോയി രജിസ്റ്റർ ഒന്നുമല്ലല്ലോ ചെയ്യുന്നത്. ആണോ? ഈ നല്ലോണം ആലോചിച്ചെടുത്ത തീരുമാനമാണോ? സൈനു വണ്ടി നിർത്തിക്കാണ്. എന്ത് ഇറങ്ങിക്കോ. ഇറങ്ങിക്കോളാൻ. അനക്കിൻ്റെ വിശ്വാസമില്ലല്ലോ അല്ലേ? ഇങ്ങ എന്ത് കളിയാണ് ഈ കളിക്കുന്നത്? ഇക്ക് സ്കൂൾ കുട്ടികൾ എടുക്കാണ്ട്. എന്തെങ്കിലും ആവശ്യം പിടിച്ചോ. ഞാൻ വിളിക്കാം. മധു സാറുണ്ടോ? മധു സാറ് ലീവാണല്ലോ. ലീവാ? ലീവാ? ഹലോ, എടാ മധു സാർ ലീവാണല്ലോ. ശരി, വാ എസ് ഐനെ കാണാം. എങ്ങട്ടാ? എസ് ഐനെ കാണാൻ. ബാക്കിയുള്ള സിനിമ വന്നിരിക്കാണല്ലോ. അവിടെ പോയിരിക്കും. അവിടെ പോയിരിക്കാൻ. നമസ്കാരം, പൊന്നൂർ പോലീസ് സ്റ്റേഷൻ. സാറേ, അത് ചെയ്യാം സാർ. സാർ ട്രാഫിക് ആളെ വിട്ടിട്ടുണ്ട്. ഓക്കെ സാർ, ശരി. സാർ ഇന്നലെ 5 കേസ് റിപ്പോർട്ടായിട്ടുണ്ട്. 2 സുഖോട്ട് കേസല്ല, 1 മദ്യപിച്ച് വാഹനം ഓടിച്ച കേസാണ്, 1 അടിപിടി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സാർ ഇന്ന് പൊന്നാനി MS കോളേജിൽ SFയുടെ വിദ്യാർത്ഥി സമരമുണ്ട് സാർ. അതിന് സാറെ സ്ട്രെങ്ത് അയച്ചിട്ടുണ്ട് സാർ. സാറ് പൊന്നാനി മുനിസിപ്പാലിറ്റിയിൽ സാറെ പ്രതിപക്ഷത്തിൻ്റെ ഒരു ധർണമുള്ള കാരണം ARന് സ്ട്രെങ്ത് വിളിച്ചിട്ടുണ്ട് സാർ. അത് എത്തിയിട്ടുണ്ട് സാർ. അത് സംഭവ സ്ഥലത്തേക്ക് അയച്ചിട്ടുണ്ട് സാർ. സാർ പറഞ്ഞ നിർദ്ദേശങ്ങൾ ക്ലിയർ ആണ്. മറ്റു വിശേഷങ്ങൾ പറഞ്ഞു സാർ. ഗുഡ് മോർണിംഗ് സാർ. 33 ടൈഗർ കോളിംഗ് ഓവർ. എത്ര നേരമായി? ഞാനൊന്ന് നോക്കിയിട്ട് വരാം. സാർ മെസ്സേജ് വ്യക്തമായിട്ടില്ല, ഒന്നും കൂടി പറയാം, ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. AR ക്യാമ്പിൽ നിന്നും വിളിക്കുന്നത്. ഞാൻ ഇന്നലെ വിളിക്കാൻ പറഞ്ഞല്ലേ? ഒരു മിനിറ്റ്. സമയം എന്തായി? സമയം അറിഞ്ഞിട്ട് സർക്കാർ ജോലിക്ക് പോകാനൊന്നുമല്ലോ. അടുത്ത് പറയേ. വേണ്ട, ഇനിയിപ്പോൾ നാളെ വന്നാൽ ഇവിടെ ഉണ്ടെന്ന് അറിയിക്കണ്ടേ? ശരി. സാറേ, അച്ഛൻ തന്നെ രാത്രി വിളിച്ചല്ലടാ, ഇപ്പോഴാണ് വരുന്നത്. അതിന് അവനങ്ങ് ഭയങ്കര ബിസി. നിങ്ങൾ ഉണ്ടാക്കുന്ന വണ്ടിയും വില ഒഴിവാക്കലാണ് എന്റെ പണി. അതിന് ഞാൻ പെണ്ണ് പിടിച്ചിട്ടല്ലോ, കള്ളു പിടിച്ചിട്ടല്ലോ. എന്താടോ ഇപ്പൊ എത്തും സാറേ. അപ്പൊ ആർക്ക് ജാമ്യം എടുക്കാൻ വന്ന? അധികം ചെല്ല്. എന്നെ മാത്രം ജാമ്യത്തിൽ ഇറക്കിയാൽ പോലെ എന്റെ കൂടെ വേറെ 2 പേരുടെ ഉണ്ട്. അവരെ കൂടെ ജാമ്യത്തിൽ. പിന്നെ അതിന് അവരുടെ വീട്ടിൽ നിന്ന് വേറെ ആൾ വരും. എനിക്ക് വേറെ പണിയുണ്ട്. എന്നാ പിന്നെ നീ നിന്റെ പണി നോക്ക്. അല്ല പിന്നെ അപ്പോരാ ഇങ്ങോട്ട് ഒന്നുമില്ലെങ്കിൽ നമ്മളൊക്കെ നായന്മാരല്ലേ,
തനിക്ക് എന്നെ പോലെ വീട്ടിലിരുന്ന് കുടിച്ചൂടാ? അതിന് എനിക്ക് വീട് വേണ്ടേ? എല്ലാം എവൻ്റെ പേർക്കും എഴുതി കൊടുത്തില്ല. വിളിച്ചോണ്ട് പോടോ. അല്ല സാറേ, ഒപ്പ് കോപ്പ് വിളിച്ചോണ്ട് പോടോ. ഇനി വഴിക്ക് കണ്ടുപോരുത്. ആ വാ. അതെ, എവൻ്റെ മിടുക്കൊണ്ടൊന്നും അല്ല, നായരായതുകൊണ്ടാ. വാ ഓട്ടോ സാറേ. വന്ന് വണ്ടി കയറി. നീ പോവരുത്, എവനെ കൊണ്ടുപോയിക്കും. അവൻ്റെ സ്നേഹം. നീ ചൊരിച്ചല് നിൽക്കണമെങ്കിൽ രണ്ടടിച്ചാലേ പറ്റൂ. എൻ്റെ പിന്നെ ഞങ്ങളില്ല. കേട്ടോ. വെള്ളം കുടിക്കണോ? വേണ്ട. അതെ, എസ് ഐ പോയി പറഞ്ഞല്ലോ. बोडो है? बोर्नो है, आसाम आसाम सुमंगल. नो बोडो. ഓക്കെ, ഒരുമിച്ച് ജീവിക്കാൻ ഇറങ്ങി തിരിച്ചേക്കോ? എന്താ നിന്റെ പേര്? ഇർഫാൻ. നിന്റെയാ? അനിത. നിനക്ക് എത്ര വയസ്സായി? 21. നിനക്കോ? 28. ആഹാ, 5 വയസ്സിന് മൂപ്പുണ്ടല്ലേ? ഞാൻ തുറന്നു വയ്ക്കുന്നുണ്ട്, ഒന്നും വിചാരിക്കരുത്. ഇത് എത്ര നാളത്തെ സെറ്റപ്പാ? അല്ല സാറേ, ഇക്കോളെ ഇഷ്ടമാണ്. ഓക്കെ, ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ചതാണ്. ആഹാ. സാർ, പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സാർ, എൻ്റെ വീട്ടിൽ ഭയങ്കര എതിർപ്പാണ് ഇതിനോട്. അപ്പോൾ എങ്ങനെയാലും സാറ് ഞങ്ങളെ സഹായിക്കണം. നിന്റെ ജോലി എന്താ? ജോലിയും കൂലിയും ഒന്നും ഇല്ലാണ്ട് ഇറങ്ങിയ പെണ്ണിനെ കൊണ്ട്? അല്ല സാർ, എനിക്ക് ഈ ബൈക്കിൻ്റെ മോഷണ? അല്ല സാർ, ഈ കോയമ്പത്തൂരിൽ നിന്നും ചെന്നൈയിൽ നിന്നെല്ലാം വണ്ടി എടുത്തുകൊണ്ട് വന്നിട്ട് ഓൾട്രേഷൻ ചെയ്ത് എന്നിട്ട് കൂട്ടുകാരനോട് നടത്തുന്നൊരു ബിസിനസ് ഉണ്ട്. അപ്പം നീയൊക്കെയാണ് ഈ പടപടാന്ന് പൊട്ടുന്ന ബൈക്കിൻ്റെ ആളല്ലേ? നിന്നെ ഞാൻ നോക്കി നടക്കായിരുന്നു. നിനക്കുള്ള പടം ഞാൻ തരാം. നിനക്കെന്തെങ്കിലും ജോലിയുണ്ടോ? റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഒപ്പം ബ്ലോക്കിലെ SC പ്രൊമോട്ടറാണ്. നീ SC? അതെ. നീ മുസ്ലിം, മിശ്ര വിവാഹം, സർക്കാരിൽ നിന്ന് തന്നെ സഹായം കിട്ടുമല്ലോ. അതൊരു വരുമാനമാണ് സാർ. എന്താടോ? ആ കസേര ശരിയാക്കാനുള്ള ആൾ വന്നിട്ടുണ്ട്. അവൻ ഇങ്ങോട്ട് വിട്. ശരി സാർ. സാർ, എന്നെ വീട്ടിൽ ആളാഴ്ച വിളിക്കണമല്ലേ? ഒരാഴ്ചയിൽ പരിപാടി തുടങ്ങിയിട്ട്. സാറേ, ഞാൻ നാട്ടിൽ പോയിരുന്നു. കെട്ടികളും കുട്ടികളെ കണ്ടിട്ട് കുറേ ദിവസമായി. നാട് വീട് എന്താ പ്രശ്നം? കസേര എന്നാക്കാ? എനിക്ക് ഞാനോ? നന്നാക്കട്ടെ സാർ. ആ, നീ ഇരിക്കും. നിങ്ങൾ യാത്രകൾ പോകാറുണ്ടോ? ടൂറ്, ട്രിപ്പൊന്നും പോകാറില്ല? യാത്രകളെല്ലാം ഇവിടെ പോകേണ്ടത്. നമ്മൾ കാണാത്ത കാര്യങ്ങൾ കാണാം, ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാം. അതൊക്കെയല്ല എൻ്റെ ഒരു സ്റ്റൈല്. SCയിൽ നീ ഏതാ? എനിക്ക് ജാതിയൊന്നുമില്ലേ? അല്ല സർ, ജാതിയൊന്നും നോക്കിയിട്ടല്ല ഇഷ്ടപ്പെട്ടത്. ഓഹോ, അപ്പോൾ ജാതിയൊന്നും ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ ഈ പ്രേമം? സാർ, എൻ്റെ വീട്ടിൽ അനിതയുടെ ജാതി തന്നെ സാർ പ്രശ്നം. സാർ ഞങ്ങളെ സഹായിക്കണം. ഇതൊന്നും നടക്കില്ല. ഈ പുതുമോടിയും പരിപാടിയൊക്കെ കഴിയുമ്പോൾ രണ്ടും രണ്ട് വഴിക്കാവും. നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിക്കും. സമയം എടുത്ത് ആലോചിച്ചാൽ മതി. ചെല്ല് സീമ, രണ്ടിനെ കൊണ്ട് അകത്ത് തീർത്ത്. എടോ പോടോ.
എസ് ഐയുടെ എസ് ഐ ഇതൊന്നും ശരിയാവോ? നന്നാക്കട്ടെ, ഏ? നന്നാക്കാൻ പോവാ സാർ. എന്ത് സാർ അതെന്താ ഇപ്പൊ പോയ കേസ്? പ്രേമം, മുടിഞ്ഞ പ്രേമം. ചെറുക്ക മുസ്ലിമും പിന്നെ ഷെഡ്യൂൾ കാസ്റ്റ്. സാറിന് ആ ചെക്കനെ മനസ്സിലായോ? നമ്മളെ ഗലീലിന്റെ അഞ്ചനാ. ഏത് ഗലിയില്? പ്ലാസ ഗലീലിന്റെ. എന്താടോ? നന്നാക്കാൻ സാർ. ഇപ്പൊ കഴിയും, ഇപ്പൊ കഴിയും. ചെക്കൻ്റെ ബാപ്പ വലിയ പള്ളി മഹല്ല് കമ്മിറ്റീൻ്റെ സെക്രട്ടറിയാ. എല്ലാ കുടുംബത്തിലും ഉണ്ടാകില്ല സാർ ഇതുപോലെ ഒരു പൊരുത്തം കെട്ട്. സാറിതൊന്ന് വേണ്ട രീതി കൈകാര്യം ചെയ്തല്ലോ. വേണ്ടപ്പെട്ട കുടുംബം ഞാൻ വേണ്ടമാതിരി കണ്ടോളാം. ശരി. നാട് മുഴുവനും ടവർ. അന്ന് ടോന് മാത്രം റേഞ്ച് ഇല്ല. ദേവോ, മുട്ടപ്പത്തിയൊക്കെ റെഡിയല്ലേ? ആ ഇപ്പൊ എടുക്ക സാറേ. എന്നാൽ ആദ്യം 3-1 വെള്ളച്ചായ. ആ ഓന് വെള്ളച്ചായ. അത് മറന്നു. ഇപ്പൊ കൊണ്ട് ഈ കുടിച്ചോ. ആ ജുബൈലേ, ഞാനെന്നെ വിളിച്ചതേ ഈ പ്ലാസ ഗലിയിൽ നമ്പർ പെട്ടെന്നൊന്നും കൂട്ടെ SMS അർജന്റാണേ. ഞാൻ കുറെ നേരം എന്നെ വിളിക്കണം. എന്താ തീരുമാനം? ഒരുമിച്ച് ജീവിക്കാൻ തന്നെ തീരുമാനം. പക്ഷെ അതിന് സാർ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾക്ക് പോലീസിന്റെ പ്രൊട്ടക്ഷൻ തരണം. നിന്റെയൊക്കെ കുത്തിക്കഴപ്പിന് കാവലിരിക്കുന്ന ആളുകളല്ല പോലീസ്. നമ്മുടെ താടി ഇർഫാനെ, ഞാൻ വീട്ടുകാരായിട്ട് സംസാരിക്കാം. എന്തിന് സാർ വീട്ടിലേക്ക് വിളിക്കല്ലേ സാറേ? വീട്ടിൽ പ്രശ്നമുണ്ടല്ലോ സാർ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇതാരാ തീരുമാനിക്കുന്നത്? നീയാണോ ഞാനാണോ? ഞാനാണോ നീയാണോ തീരുമാനിക്കുന്നത്? അല്ല സാർ അത് ഹലോ, വീട്ടിലേക്ക് വിളിച്ചാ അജ്ഞാത ജഡമല്ലേ? അത് തള്ളി വിടറോ? അതൊഴുകി അടുത്ത സ്റ്റേഷന്റെ പരിധിയിലേക്ക് പോയിക്കോളും. ഇങ്ങനെ എല്ലാത്തിനും എന്നെ വിളിച്ച് ചോദിക്കണമെന്നില്ല. പോലീസിന് ഈ കാര്യത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ഹൈക്കോടതിയുടെ ഉത്തരവ് വേണം. അല്ലാണ്ട് വരുന്നവർക്കും പോകുന്നവർക്കും പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റില്ല. നിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഡയലേ നമ്പർ ഡയലേ. അല്ല സാർ നമ്പർ ഡയലേ അല്ല സാർ ചെയ്യടി. പൊന്നാനി പോലീസ് സ്റ്റേഷൻ SI ആണ്. നിങ്ങളെ മോളെ എവിടെയുണ്ട്? ചെറിയ പ്രശ്നത്തിലാണ്. ആ ഇപ്പൊ തന്നെ വാ. അച്ഛൻ്റെ പേര് ഷൺമുഖൻ. അമ്മ ഒരു മിനിറ്റ്. ഇല്ല, ഞാൻ പോലീസ് സ്റ്റേഷനിലാ. ഇന്നിവിടെ കുറച്ച് പണിയുണ്ട്. ഉച്ചയ്ക്ക് മീനൊന്നും കൊണ്ടുവരാൻ എന്നെ കൊണ്ട് കഴിയൂല. നിങ്ങൾ എന്താ വെച്ചാൽ വാങ്ങിയിട്ട് കൂട്ടാൻ പറ്റുമോ? ആ ശരി മാ. ശരി, സിയെ കണ്ടാൽ മതി. जल्दी आ, मैं कितना टाइम से उठ कर रहा हूँ इधर और कितना उठ करेगा? जल्दी आ. അല്ല സാർ എവിടെയാ പണി? ചോദിച്ചറിയാണ്ടെന്നുണ്ട്. सर मैं जाके पैसा लेके आऊँ? No, 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 no. 2,000 rupees depositing here and going. Go, go, sit, sit. क्या मैं लेके आया था बोलो. Right, എന്താ സാറേ ചോദിച്ചറിയാനുള്ളത്? വാ, നടക്ക്. बुट्टा എന്തിനാ സാറേ വരാൻ പറഞ്ഞത്? എനിക്ക് ഷിയാബിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. എന്താ സാറേ? നമ്മുടെ ഈ സ്റ്റേഷൻ വളപ്പിലെ ബൈക്ക് ഉണ്ടല്ലോ, അതിൻ്റെ എൻജിൻ ഊരിയോ ഷിയാബ്? അതാണ് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതല്ല. ആ മോഹൻ സാർ പറഞ്ഞ് വണ്ടി ലാലത്ത് പിടിച്ചിരിക്കണെന്ന്. ആഹാ അതിൻ്റെ എഞ്ചിൻ ഊരിയിട്ട് മൂപ്പരെ കോട്ടേഴ്സ് കൊണ്ടുവെക്കാൻ പറഞ്ഞ്. ആ ഞാൻ ആ ഊരി കൊണ്ടുപോകുമ്പോൾ അനിൽ സാറും നമ്മളെ റഷീദ് സാറൊക്കെ കണ്ടിരുന്നു. ആണോ? ആ പക്ഷെ മോഹനം പറഞ്ഞത് നിന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നാണല്ലോ. അല്ല എന്തെങ്കിലും കുഴപ്പമുണ്ടോ സാറേ? എൻ്റെ ഉമ്മാണ് സത്യം. എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഊരിയതല്ല. അതല്ലേ? ആ വേണമെങ്കിൽ സാറ് മോഹൻ സാറിനോട് ചോദിച്ചു നോക്കി. സത്യം മൂപ്പർക്കറിയാം. എന്താ സാറേ നീ പറയണല്ലത് കാര്യങ്ങൾ ഇങ്ങനെയാണോ? സത്യം
ഞാനല്ല സാർ. സാർ സി ഐ സാർ ഇവനെ അങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. ആ ഷിയാബ് അവിടെ ചെന്ന് കാണാകൂണ പറയാൻ നിൽക്കരുത്. നീ കാര്യം കൂടെ സമ്മതിച്ചു. വലിയ ചാർജ് വീടാക്കില്ല, കേസും തള്ളിപ്പോവും. അതുപോലെ എന്നെ കൊണ്ട് കഴിയൂല സാറ്, ഞാൻ സത്യം പറയും. ഇവനെ സിഐയുടെ ഓഫീസിലേക്ക് കൊണ്ടുപോകും. അവളോട് ചൂടാവണ്ട. അത് നമ്മളെ ഇർഫാനല്ലേ? ചന്ദന ഇങ്ങനെ ഒരു കടുങ്കൈ കാണിച്ച് ഇത് വലിയ പ്രശ്നാവൂലേ? എന്താ ചെയ്തിരിക്കണെന്ന് വല്ല ബോധണ്ടാ? ഞാൻ പറയണ കേക്ക്. തള്ളേ നിങ്ങളിപ്പോ എന്തിനാ അങ്ങോട്ട് കെട്ടിയിരുന്നത്? നിങ്ങൾക്കൊന്നും വേറെ പണി. ഇത് പോലീസ് സ്റ്റേഷനാ, അതിന്റെ ഒച്ച മൊഴിയൊക്കെ അത് ഞാൻ തീരുമാനിച്ചോളാം. പോയ ഇവിടെ ആണുങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കാം. മോളെ അങ്ങാടി പഠിക്കാൻ വിട്ടപ്പോ സമാധാനമായിട്ടിപ്പോ റീസർച്ചും മണ്ണും കട്ടി ഓത്രല്ലേ ഇവിടുന്ന് പന്നി നിർത്തിക്കോണം. ഇന്നത്തോടെ നിന്റെ പ്രേമം മണ്ണും കട്ടി പന്നിക്കണ്ട ഇറച്ചി മീൻ തിന്നിട്ട് എല്ല് കുത്തണ മാപ്പിളാർക്ക് കേറി നിരങ്ങളല്ലടാ ഞങ്ങളുടെ ജാതിക്കാര്. മനസ്സിലാവും? എന്താടോ ശ്രീകാന്തെ പിടിച്ചു കൊണ്ടോ? ചന്തയാണത്. ശ്രീകാന്ത് പറഞ്ഞല്ലേ ചന്ദ്രൻ ആരാന്ന് എനിക്ക് അറിയില്ല. സാറില്ലേ ശ്രീകാന്ത് കുറെ നേരം पैसा से निकाले মই ইয়াত কি কৰিম আৰু বহি আছো। এই ৰোড আছে নহয়, বাছ ষ্টেচন বনানি বুলি কয়। এই কাৰোবাক খুজিব, অটোৱালা খুজিবি। ৰ মোক কৈ আছো सर, এইটো पुलिस स्टेशन का फुल एड्रेस पड़ा क्या सर? पुलिस स्टेशन का ना फुल एड्रेस बोलिए ना उसको, मालूम नहीं है उसको। അമ്മ ഒന്ന് പള്ളി വരെ കറങ്ങിട്ട് വരാം. വാ ആന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിനെടുത്ത് കൊണ്ടുപോകാൻ പറ്റും. കേറുമ്മ വാ. കുഞ്ഞോളെ ഈ ഒറ്റ ഒരുത്തി അവനെ ഇങ്ങനെ വസലാക്കണത്. എഞ്ചിനീയർ ആവാൻ പോയവനിപ്പോ വീട്ടിലിരുന്ന് എഞ്ചിൻ പണി എടുക്കാണ്. ഇഞ്ചു പണിക്കൊന്നും പോവില്ല. എന്നാ പിന്നെ ആ പള്ളിക്കെങ്കിലും വന്നൂടെ? നീങ്ങിന്നോളിന്ന് ഡോക്ടർ ഗിരിജ എവിടെയാണ്? ഇതാ അവിടെ. ബില്ല് ഇതിനാ ഒറ്റയ്ക്ക് പോയത്. ഏട്ടനറിഞ്ഞാൽ ഇപ്പൊ അടുത്ത പ്രശ്നമാവും. ഞാൻ ബില്ല് ചെയ്തിട്ടുണ്ട്. ഞാൻ അപ്പൊ താനാണല്ലേ? താനൊക്കെ എവിടെ നോക്കിയിട്ട് വണ്ടി ഓടിക്കുന്നേ? ഒന്നും പറയണ്ട. പിന്നെ അശ്രദ്ധ ഉണ്ടാ.
അവനാണ് എന്നെ ഇവിടെ എത്തിച്ചത്, ഇതൊക്കെ ചെയ്തു തന്നത്. തള്ളേ നിങ്ങൾക്കൊന്ന് നോക്കിയും കണ്ട് നടന്നൂടെ? അതിനെവിടെ തെണ്ടി കൊണ്ട് നടക്കല്ലേ കൊണ്ടുറങ്ങാൻ കഷ്ടം ഇരിക്കണില്ലേ മനുഷ്യനെ പേരെന്താണ്? ഇർഫാൻ. വീടോ? വലിയ വെള്ളിൻ്റെ അടുത്ത്. പിന്നെ കാര്യം സംസാരിക്കാം. കാശ് ചെലവുള്ള കാര്യമാണ്. തൽക്കാലം 10,000 കൊടുക്ക്, ബാക്കി നമുക്ക് ഡീൽ ചെയ്യാം. ഞാൻ നേരിട്ട് സംസാരിച്ചോളാം. എന്തായി? ചക്ക മോടെയാണ് മോനെ, മോട് സംസാരിക്കാൻ താല്പര്യമില്ല, നേരിട്ട് ഡീൽ ചെയ്താണ്. അത് ശരി. ഇത്രയൊക്കെ പണിയൊപ്പിച്ചിട്ട് പിന്നെ നെഞ്ഞത്ത് കയറാൻ വരെടാ പന്നി. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാതെ ഒരാട്ടി മുന്നോട്ട് വെച്ചാണല്ലോ കൊന്നുകളി വിട്ടാ നായ. മനസ്സിലായി എനിക്ക്? എന്താ ചേച്ചി കേട്ടാ? ശ്രീകാന്തേ നോക്കി വെച്ചോനെ. വിഷയാക്കണ്ട, നമുക്ക് എടുക്കാം. ടീം മാനേജർമാരുടെ ശ്രദ്ധയ്ക്ക് ഗ്രൗണ്ട് കീഴടക്കാത്ത ഒരു കാരണവശാലും ടൂർണമെന്റിൽ കളിപ്പിക്കുകയല്ല. എത്രയും പെട്ടെന്ന് ടീം മാനേജർമാർ ഗ്രൗണ്ട് കീഴടക്കേണ്ടതാണ്. ടീമുകളുടെ ശ്രദ്ധയ്ക്ക് എന്താണ്ടാ ഒന്നുമില്ലടോ. അതന്നെ അടിച്ചോളൂ. നാളെ കാണാം. ടൂർണമെന്റിലെ അടുത്ത മത്സരം എന്തിനു മാറ്റണം? അവളുടെ പിണക്കം മാറ്റേണ്ട കാര്യം എന്താ? ഈ വീടിന്റെ ഏറ്റവും വലിയ ആത്മാഭിമാനമായിരുന്നു. ആ വിവാഹം മുടക്കിയ വർഷയെ നാളെ പോയി കണ്ടാ മതി. മിണ്ടരുത്. നീ ഇപ്പോ പുറത്തേക്ക് എങ്ങനെ പോവാന്നുള്ള വാതിൽ അന്വേഷിച്ച് നടക്കാണ്. 130. കുഴപ്പമൊന്നുമില്ല കേട്ടോ. പ്രഷറൊക്കെ നോർമലാണ്. വളരെ ഉഷാറാണ്, ആരോഗ്യവതിയാണ്. നാളെ പോവാട്ടോ വീട്ടിലേക്ക്. മുറിവൊന്നും വേദനയില്ലല്ലോ? ആ ഓക്കെ. സിസ്റ്റർ അത് തന്നെ കണ്ടിന്യൂ ചെയ്തോളൂ. ശരി. അനക്ക് ബുദ്ധിമുട്ടായില്ലേ? കാപ്പി കാപ്പി കുടിക്കോ? കാപ്പി എപ്പോഴാ വന്ന? കുറച്ചേരെ വന്നിട്ട് ഇപ്പം അമ്മ കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. ചന്ദ്രേട്ടൻ കുറച്ച് കുഴപ്പക്കാരനാ. എപ്പോഴാ എന്താ പറയാന്നൊന്നും അറിയില്ല. നിങ്ങളത് ഞാനപ്പം തന്നെ മറന്നു. മോനൊന്നും മനസ്സിൽ വെക്കണ്ടാട്ടാ. മാമനെ കാണാനില്ലല്ലോ അമ്മേ. എന്തെങ്കിലും തിരക്കുണ്ടാവും, ഇപ്പൊ വരും. കഞ്ഞി എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്ലാസ്കിൽ കുറച്ച് കാപ്പിയുണ്ട്. കഴിക്കാനുള്ള മരുന്ന് ഇതാ അവിടെ ഉണ്ട്. നേരെ ഒരുപാടായി. മാമൻ എവിടെ വരണേ? എങ്ങനെയുണ്ട്? എവിടെയായിരുന്നു ഇത്ര നേരം? ഞാൻ വാണിയംകുളം കച്ചവടത്തിന് പോയതാ. അത് കഴിഞ്ഞ് പെരുമ്പലാവിൽ വന്ന് രമണിയെ വീട്ടിൽ കൊണ്ടാക്കിയില്ല. ഇപ്പൊ വരണേ. മാമ ഞാൻ ഇറങ്ങാം. മോൾ പോയിക്കോ. അമ്മേ ശരി. ഇറങ്ങട്ടെ, ലേറ്റ് ആയില്ലേ? ശരിയാണ്, ഞാൻ വരാം. ബസ്സുമല്ലേ? ഞാൻ വേണേ അങ്ങോട്ടാക്കി തരാം. വേണ്ട സാറില്ല, ഞാൻ അങ്ങോട്ടാ. വാ. ഈ കവറ്
നമ്മുടെ ചന്ദ്രട്ട മംഗളല്ലേ? എന്താ അവിടെ ഈ സ്ഥലം ഏതാ നിനക്കറിയോ? കണക്കെന്താടാ വിളിച്ചടപാട്? നിന്നോട് ചോദിച്ചത് ഏതാണ് കവർ പോട്ടെ. അന്നെ വിളിച്ചു കേട്ടോടാ ഈ അല്ലാണ്ട് വെറുക്കല്ലേ? എടോ, നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് കേൾക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് അനുവദിച്ചൊരു സമയം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. ഇനി അവരുടെ പാടായി. ഇവര് തമ്മിൽ ഇപ്പോൾ ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട്. ബാക്കി സാറ് വേണ്ട പോലെ ചെയ്തു കൊടുക്കും. ഞാൻ പറഞ്ഞില്ല, ഞാൻ കുട്ടികളെ മാക്സിമം പേടിപ്പിച്ചു വെച്ചിട്ടുണ്ട്. എൻ്റെ പണി കഴിഞ്ഞു. ഇനിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ നോക്കിക്കോ. ഓൻ്റെ താത്ത സെലീന. അല്ല, ഞാൻ തിന്നൽ കുടിക്കലില്ല. സംഗതി ഓൻ ജൻസനൊക്കെ തന്നെ. പക്ഷെ ഓനിക്ക് ഭ്രാന്താണ്. കുറേ കാലം ആൽബൈന് അതിൻ്റെ പിന്നെ ആലങ്ങനെ പോവുക. അത് കഴിഞ്ഞപ്പോൾ വണ്ടി ഭ്രാന്ത്. ഇപ്പച്ചാണ് അല്ലാണേര് മോളെ. ഓൻ്റെ താത്ത ഇതുകൊണ്ട് പറയാം, ഓനിങ്ങനെ മാറിക്കൊണ്ടിരിക്കോ. തടി കഴിച്ചിലാക്കി കള. അല്ലച്ച് ബേജാറാണ്ടട്ടാ, ഇനി സമയമുണ്ട്. ഒന്നും ബേജാറാണ്. ഇർഫോ, മാമൻ പറഞ്ഞു ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിജി. ഇരിക്കി. എന്തെന്നാ പേര്? അനിത. അനിത. ഓനോട് ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ചോദിച്ചു മനസ്സിലാക്കി. ഉഷാറാവും മോനെ. സെലീന, ഇങ്ങോട്ട് വാ. ഞാൻ പറഞ്ഞ കാര്യം ഓനോട് പറയണ്ട കേട്ടോ, ഭ്രാന്തന. കൊടുത്തില്ലേ? അല്ല, നിങ്ങളിപ്പോ പള്ളിയിലേക്ക് പോണ്? പ്രായത്തിൻ്റെ പക്വത നീ കാണിക്കണം. ആ ചെക്കന് നിന്നോട് പ്രേമൊന്നുമില്ല. അവരുടെ മതത്തിലെ ആളെ കൂട്ടണം. അതിന് നമ്മുടെ മതത്തിലെ താഴ്ന്ന ജാതിക്കാരാണ് ആവശ്യം. അതിനവർക്ക് വിദേശത്ത് നിന്ന് ഫണ്ടും വരുന്നുണ്ട്. ഗണേഷ് പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ? നീ ഞങ്ങളുടെ കൂടെ വാ. നിന്റെ കാര്യത്തിൽ ഞങ്ങൾ തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. എന്ത് തീരുമാനം? നിന്റെ തരത്തിനും പ്രായത്തിനും പറ്റിയ ഒരാളെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന്. ഓ, അപ്പൊ എനിക്ക് വേണ്ടിയിട്ട് ഒരാളെ ഏട്ടൻ കണ്ടുവച്ചിക്കണല്ലേ? ഞാനും കുറെ ആൾക്കാരെ കണ്ടതാ. അവർക്കൊക്കെ ആവശ്യം മറ്റു ചിലതാ. അങ്ങനെയല്ലാത്ത ഒരാൾ കണ്ടത് ഇർഫാനില്ല. നിന്റെ അഴിഞ്ഞാട്ടത്തിനെ ഞാൻ ഇർഫാനെ വിട്ടിട്ട് വരില്ല. ഞാൻ ഓന്റെ കൂടെ തന്നെ ജീവിക്കും. ഇത്രയും കാലം ഏട്ടൻ തീരുമാനിച്ചില്ലേ, ഇതെന്റെ തീരുമാനം. എനിക്കിങ്ങനെ പെങ്ങളില്ല, നിന്റെ ബന്ധുല്ല. അവർക്ക് പോലീസ് കുറച്ചുകൂടെ ഒരത്തിലാക്കി കൊണ്ടുപോ. കാര്യങ്ങളൊക്കെ ശരിയാക്കി നടക്കുതാനാ. മണിയറവാതിലെന്തിനപ്പോ പോലീസുകാരൻ പൊട്ടിയത്? നീ കിടന്ന് എന്തൊക്കെയാണ് ഒപ്പിക്കണാവും. നമ്മളിനിപ്പോ എന്താ ചെയ്യാ? എന്നോട് കൂടെ ഒന്നുമില്ല, ഞാൻ വെളോടൊരു കാര്യം പറയാൻ വേണ്ടി വന്നാ. എന്താ കാര്യം? മുട്ടുക്കിക്ക, ഇങ്ങനെ രണ്ടാളും കടുമ്പെടുത്തൊന്നും ഒഴിവാക്കണം. അന്നവൻ തന്നെ കിട്ടൂ. ബച്ചിനോട് പലരും കാര്യങ്ങൾ പറയുന്നുണ്ട്. മൂപ്പര് സമ്മതിക്കൂ? അനക്ക് വന്നോ ഒപ്പാൻ വയ്ക്കുമെന്ന്? ചെന്നും മുണ്ടാണ്ട് നിക്കർഫോ. ചെന്തിട്ടാ പറയണത്? എൻ്റെ കയ്യിൽ എന്തുണ്ട്? അനക്ക് ഉപ്പാനോട് കാക്കാനോട് എതിർക്കാനുള്ള ഉസിരുണ്ട. അവിടിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കും. അല്ല പിന്നെ
ഇങ്ങോട്ടത് ചിലപ്പോ ഇജ്ജൊന്നും അത് മാറേണ്ടി വരും. കുഴപ്പമില്ലല്ലോ? ഉണ്ടാ പള്ളി കഴിഞ്ഞ് ഇവിടെ എത്തുന്ന വരെ ബാപ്പാനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിക്കണ്. മൂപ്പർക്കെല്ലാം മനസ്സിലായിട്ടുമുണ്ട്. ഞമ്മളൊപ്പം ഞാൻ കൊടുക്കാം. എന്നാ ഉമ്മച്ചാ എന്താ എന്നോട് പറയാണ്ടെന്ന്? ഉമ്മച്ചിന്റെ കുട്ടി മാമ പറയണ പോലെ കേക്ക്. എനിക്കൊരു പേടിയും പേടിക്കണ്ട. പാപ്പ എല്ലാം സമ്മതിച്ചേക്കണേ. കേക്കണ്ട. കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ട് നാട്ടിലെത്തിയിട്ടുണ്ട്. ഓളെ അനക്ക് കെട്ടിച്ചു തരും. മറ്റോട്ടിട്ട് പോരെ. ഓളോട് കാര്യങ്ങളൊക്കെ കേട്ടി പറയും. മോനെ ഇപ്പം നമ്മളോളെ പുറത്തൊരു സ്ഥലത്ത് കൊണ്ടാക്കണ ബുദ്ധിയല്ല. അവിടെ ഓളെ ആൾക്കാർ വന്ന് പ്രശ്നം ഉണ്ടാക്കും. നമുക്കോളെ റെസ്റ്റ് ഹോമിലാക്കാം. അവിടെ ആകുമ്പോൾ പോലീസുകാരൊരു നോട്ടം ഉണ്ടാകും. പക്ഷെ അനിത പോലീസുകാരോട് പറയണം, ഞാൻ വീട്ടിൽ പോവില്ല, റെസ്ക്യൂ ഹോമിലേക്കേ പോകുന്നു. നാളെ ഇപ്പം ഞായറാഴ്ചയല്ലേ, തിങ്കളാഴ്ച നമുക്ക് കാര്യങ്ങളൊക്കെ അവിടെ തീരുമാനിക്കാം. ഇനിയൊരു തീരുമാനം പറയണ്ട ഇജ്ജാ. നിങ്ങളൊരു കാര്യം ചെയ്യും, അനിതേനെ പറയല്ലേ അനക്ക് മാമന് വിശ്വാസമില്ല? വിശ്വാസം ഇല്ലാത്തോണ്ടല്ല ഇനിയിപ്പോ പോലീസുകാർ നീ അവളോട് കാര്യം പറയും കേട്ടി.